എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം പിൻവലിച്ചു. ജീവനക്കാർ ഉയർത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്ന് കമ്പനി ഉറപ്പു നൽകി. പിരിച്ചുവിട്ട എല്ലാവരെയും തിരിച്ചെടുക്കാമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. സെൻട്രൽ ലേബർ കമ്മീഷൻ വിളിച്ച യോഗത്തിലാണ് തീരുമാനം. ജിൽബി തോമസൺ ചേരുകയാണ്. ജിൽബി, ജീവനക്കാരുടെ എല്ലാ ആവശ്യവും അംഗീകരിക്കുന്നുണ്ടോ മാനേജ്മെന്റ്? ഹസിത, നമുക്കറിയാവുന്നതുപോലെ തന്നെ പൈലറ്റുമാരടക്കം 300ഓളം ക്യാബിൻ ക്രൂ അംഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം രോഗാവധി നൽകി ഇത്തരത്തിലൊരു മിന്നൽ പണിമുടക്ക് നടത്തുകയും ഇതിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ റദ്ദാക്കേണ്ട സാഹചര്യം വരുന്നു. ഏകദേശം 15,000-ലധികം അതിൽ കൂടുതൽ യാത്രക്കാർ ബുദ്ധിമുട്ടിലാകുന്നു. അവർ എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നതിന് പിന്നാലെ ഇത്തരത്തിൽ സെൻട്രൽ ലേബർ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ എയർ ഇന്ത്യ അധികൃതരുടെയും ജീവനക്കാരുടെയും ഒരു യോഗം ഇന്നിപ്പോൾ വിളിച്ചു ചേർത്തത്. ഏകദേശം മണിക്കൂറുകൾ നീണ്ട യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ ഇതിനൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ജീവനക്കാർ അവരുടെ ആവശ്യങ്ങൾ, അതായത് തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരാണ് അവർ സമരം മുമ്പോട്ട് വന്നതിനാൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് തന്നെ അവർ പറയുകയും അതുപോലെ തന്നെ ഈ പിരിച്ചുവിട്ട, അതായത് ഈ സമരം ചെയ്ത 25 ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു, അവരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായിരുന്നു പ്രധാനമായിട്ട് ഇവർ മുമ്പോട്ട് വെച്ചത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. ജീവനക്കാർ ഉയർത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്നും പിരിച്ചുവിട്ട എല്ലാവരും തിരിച്ചെടുക്കാമെന്നുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് അവർ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഈ സമരം പിൻവലിക്കാനായിട്ടുള്ള ഒരു തീരുമാനം ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജിൽബി തോമസാണ് വിവരങ്ങൾ നൽകിയത്. ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഉറപ്പ് കിട്ടിയതോടുകൂടിയാണ് ഇവർ സമരം പിൻവലിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിൽബി തോമസ്.